ഒരു പാർട്ടിയെ ഇഷ്ടമില്ലാതിരിക്കുക, ആ പാർട്ടി അധികാരത്തിൽ വരരുതെന്ന് ആഗ്രഹിക്കുക, ദിവസവും വിമർശിക്കുക, അതൊക്കെ മനസ്സിലാക്കാം. പക്ഷേ അതേ പാർട്ടിയുടെ പേര് പറഞ്ഞില്ലെങ്കിൽ സ്വന്തം കച്ചവടം നടക്കില്ലെന്ന അവസ്ഥ വന്നാലോ? പറയുന്നത് മലയാള മനോരമയെക്കുറിച്ചാണ്. CPM കണ്ടാൽ മനോരമയ്ക്ക് കലി, CPM അധികാരത്തിൽ വന്നാൽ അതിലേറെ കലി. പക്ഷേ വായനക്കാരൻ്റെ പോക്കറ്റിൽ നിന്ന് 10 കാശ് കിട്ടണമെങ്കിൽ എന്തു ചെയ്യണം? വീണ്ടും CPM പേര് തന്നെ പറയണം. CPM എതിർക്കുകയും വേണം, അതേ CPM ഉപയോഗിച്ച് പണം സമ്പാദിക്കുകയും വേണം. വിരോധവും വേണം, വരുമാനവും വേണം. ഇതെങ്ങനെയാണ് നടക്കുന്നത്? അതറിയണമെങ്കിൽ നമ്മൾ കുറച്ച് പിന്നിലേക്ക് പോകണം. കേരളം രൂപീകരിച്ചതിന് പിന്നാലെ 1957 EMS നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിലെത്തി. വിദ്യാഭ്യാസ രംഗത്തും ഭൂ ഉടമസ്ഥതയിലും മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ സർക്കാർ ആരംഭിച്ചു. വിദ്യാഭ്യാസ ബിൽ വന്നു, കാർഷിക ബന്ധ ബിൽ വന്നു, സ്വകാര്യ സ്കൂൾ മാനേജ്മെൻറ്റുകളും വലിയ ഭൂ ഉടമകളും സാമുദായിക സംഘടനകളും സർക്കാരിനെതിരെ രംഗത്ത് വന്നു. കോൺഗ്രസും ഒപ്പം ചേർന്നു. ഒടുവിൽ വിമോചന സമരം നടന്നു. ജനങ്ങൾ തിരഞ്ഞെടുത്ത സർക്കാരിനെ 1959 കേന്ദ്രം പിരിച്ചുവിട്ടു. ആ സമരകാലത്ത് സർക്കാരിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച മാധ്യമങ്ങളിൽ മനോരമയും ഉണ്ടായിരുന്നു. സർക്കാർ കൊണ്ടുവന്ന ഓരോ മാറ്റത്തെയും ഒരു വലിയ അപകടമായി അവതരിപ്പിക്കുന്ന രീതിയാണ് മനോരമ അന്ന് ചെയ്തത്. അവിടെ തുടങ്ങിയ പോരാട്ടം പിന്നീട് അവസാനിച്ചില്ല. CPM സർക്കാർ എന്തെങ്കിലും പദ്ധതി പ്രഖ്യാപിച്ചാൽ മനോരമ ആദ്യം ചോദിക്കുക, ഇതെങ്ങനെ പരാജയപ്പെടും? ഒരു ക്ഷേമ പദ്ധതി തുടങ്ങിയാൽ ചോദിക്കുക, ഖജനാവ് എപ്പോൾ കാലിയാകും? ഒരു റോഡ് ഉദ്ഘാടനം ചെയ്താൽ ചോദിക്കുക, ഇതിൽ അഴിമതി എത്ര? ഒരു പ്രതിസന്ധി സർക്കാർ കൈകാര്യം ചെയ്താൽ ചോദിക്കുക, ഇതിന് പിന്നിൽ മറ്റെന്തോ രഹസ്യമില്ലേ? ചോദ്യം ചോദിക്കുന്നതിൽ തെറ്റില്ല, മാധ്യമത്തിൻ്റെ ജോലി അതാണ്. പക്ഷേ എല്ലാ ചോദ്യത്തിൻ്റെയും ഉത്തരം മുൻകൂട്ടി തീരുമാനിച്ച് ആ ഉത്തരം CPM മാത്രമാകുമ്പോഴാണ് പ്രശ്നം. വാർത്ത മുഴുവനായി കള്ളമാകണമെന്നില്ല, വസ്തുതകൾ പലതും ശരിയായിരിക്കാം. പക്ഷേ ഏത് വസ്തുത 1-ാം പേജിൽ വരണം, ഏത് വസ്തുത അവസാന വരിയിൽ ഒളിക്കണം, ആരുടെ പ്രതികരണം തലക്കെട്ടാകണം, ആരുടെ വിശദീകരണം കാണാതെ പോകണം, ഇതെല്ലാം തീരുമാനിക്കുന്നത് മാധ്യമമാണ്. അവിടെയാണ് രാഷ്ട്രീയം പ്രവർത്തിക്കുന്നത്. എന്നാൽ മനോരമയും CPM തമ്മിലുള്ള ഈ പോരാട്ടത്തിൽ നമ്മൾ അധികം സംസാരിക്കാത്ത മറ്റൊരു കഥയുണ്ട്. മലപ്പുറം ജില്ലയിലെ പന്തല്ലൂർ ഭഗവതി ക്ഷേത്രം. അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന VS അച്യുതാനന്ദൻ ക്ഷേത്രത്തിലെത്തി. ഷർട്ടും ചെരുപ്പും അഴിച്ച് ക്ഷേത്ര പരിസരത്ത് നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ ചിത്രം പ്രചരിച്ചു. പിന്നെ എന്തായിരുന്നു വാർത്ത? ഉറച്ച കമ്മ്യൂണിസ്റ്റായ VS ക്ഷേത്രത്തിൽ കയറി. ദൈവവിശ്വാസമില്ലെന്ന് പറയുന്ന നേതാവ് ആചാരം പാലിച്ചു. കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ വിശ്വാസം പുറത്തു വന്നു. കേരളം അത് ചർച്ച ചെയ്തു. പക്ഷേ VS അവിടെ പോയത് എന്തിനായിരുന്നു? അതാണ് കഥയിലെ ആദ്യ തിരിവ്. പന്തല്ലൂർ ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഭൂമി ഒരു സ്വകാര്യ പ്ലാന്റേഷൻ കമ്പനിയുടെ കൈവശത്തിലായിരുന്നു. ക്ഷേത്രം നൽകിയ പാട്ടത്തിൻ്റെ കാലാവധി അവസാനിച്ചിട്ടും ഭൂമി തിരികെ ലഭിക്കുന്നില്ലെന്ന പരാതിയുമായി ക്ഷേത്ര സംരക്ഷണ സമിതി രംഗത്ത് വന്നു. ആ പോരാട്ടത്തിന് പിന്തുണ നൽകാനാണ് VS എത്തിയത്. 2018 കേരള ഹൈക്കോടതി വിധി ഈ ഭൂമി ഇടപാടിൻ്റെ ചരിത്രം വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1943 KM ചെറിയാന് 400 ഏക്കർ ഭൂമി 60 വർഷത്തേക്ക് പാട്ടത്തിന് നൽകി. കാലാവധി 2003 സെപ്റ്റംബർ 4 അവസാനിച്ചു. ഇടയ്ക്കുണ്ടായ കൈമാറ്റങ്ങളിലൂടെ ഭൂമി ബെലനൂർ പ്ലാന്റേഷൻസ് ആൻഡ് ഇൻഡസ്ട്രീസ് എന്ന കമ്പനിയുടെ കൈവശമെത്തി. ഈ ബെലനൂർ ആരുടേതാണ്? മനോരമ കുടുംബാംഗങ്ങൾക്ക് ഡയറക്ടർ ബന്ധമുള്ള പ്ലാന്റേഷൻ കമ്പനി. അതായത് VS ക്ഷേത്രത്തിൽ പോയതിൻ്റെ യഥാർത്ഥ രാഷ്ട്രീയ പ്രാധാന്യം ഭൂമി തിരിച്ചു പിടിക്കാനുള്ള സമരമായിരുന്നു. എന്നാൽ പൊതു ചർച്ച എവിടേക്കാണ് പോയത്? VS ഷർട്ടൂരി ക്ഷേത്രത്തിൽ കയറിയോ എന്നതിലേക്ക്. ഒരു ഭാഗത്ത് 100 കണക്കിന് ഏക്കർ ഭൂമിയുടെ പ്രശ്നം, മറുഭാഗത്ത് VSൻ്റെ ഷർട്ട്. വാർത്തയിൽ വലുതായത് എന്താണ്? ഷർട്ട്. ഇതിനെ തന്നെയാണ് ഫ്രെയിമിംഗ് എന്ന് പറയുന്നത്. പ്രധാന വിഷയം മാറ്റി ജനങ്ങൾക്ക് കൗതുകമുള്ള മറ്റൊരു വിഷയം മുന്നിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ വന്നാൽ ഭൂമിയെക്കുറിച്ചുള്ള ചോദ്യം പിന്നിലേക്ക് പോകും. കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ ക്ഷേത്രപ്രവേശനം മുന്നിലേക്ക് വരും. ഇനി കാലം അതിവേഗം മുന്നോട്ട് പോകട്ടെ. കരിപ്പൂർ സ്വർണ്ണക്കടത്തും സ്വർണം പൊട്ടിക്കൽ സംഘങ്ങളും വലിയ വാർത്തയായ കാലം. അർജുൻ ആയങ്കി എന്ന പേര് കേരളം നിരന്തരം കേട്ടു. അർജുൻ മുൻ DYFI യൂണിറ്റ് ഭാരവാഹിയായിരുന്നു. CPM അനുകൂലനായി സമൂഹ മാധ്യമങ്ങളിൽ സജീവമായിരുന്നു. പിന്നീട് സംഘടനയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ കേസുകളിൽ ആരോപണ വിധേയനായപ്പോൾ CPMും DYFIയും അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞു. ഇതെല്ലാം വാർത്തയാണ്. തീർച്ചയായും റിപ്പോർട്ട് ചെയ്യണം. പാർട്ടി ബന്ധവും അന്വേഷിക്കണം.
ആരെങ്കിലും പാർട്ടിയുടെ പേരും കൊടിയും നേതാക്കളുടെ ചിത്രങ്ങളും ഉപയോഗിച്ച് ക്രിമിനൽ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതും പുറത്തു കൊണ്ടുവരണം. പക്ഷേ അവിടെ നിർത്തിയില്ല. അർജുൻ ആയങ്കി ചെയ്യുന്ന ഓരോ കാര്യവും CPMൻ്റെ രാഷ്ട്രീയ കഥയായി മാറി. ഒരു വ്യക്തിയുടെ കുറ്റാരോപണത്തിൽ നിന്ന് ഒരു പാർട്ടിയെ മുഴുവൻ പ്രതിക്കൂട്ടിലാക്കുന്ന തലക്കെട്ടുകൾ വന്നു. CPM ബന്ധം, പാർട്ടി ഗ്രാമങ്ങൾ, CPM വളർത്തിയ ആയങ്കി. വാർത്ത അർജുനെക്കുറിച്ചാണ്, പക്ഷേ വിൽക്കേണ്ട പേര് CPMൻ്റേതാണ്. ഇവിടെയാണ് കഥയിലെ ഏറ്റവും രസകരമായ ഭാഗം വരുന്നത്. അർജുൻ ആയങ്കിയെക്കുറിച്ച് ഒപ്പീനിയൻ ആൻഡ് അനലിസിസ് വിഭാഗത്തിൽ മനോരമ ഓൺലൈൻ ഒരു പ്രീമിയം ലേഖനം പ്രസിദ്ധീകരിച്ചു. തലക്കെട്ടിൻ്റെ തുടക്കം എന്തായിരുന്നു? CPM വളർത്തിയ ആയങ്കി. ആ ലേഖനം സമൂഹ മാധ്യമത്തിൽ പ്രചരിപ്പിക്കുമ്പോൾ അതിനൊപ്പം ഒരു ചോദ്യവും ഉണ്ടായിരുന്നു. പാർട്ടി ഗ്രാമങ്ങൾ അർജുൻ ആയങ്കിയെ കൈവിട്ടതെന്ത്? വായനക്കാരന് സ്വാഭാവികമായും കൗതുകം വരും. പാർട്ടി ഗ്രാമങ്ങളിൽ എന്താണ് സംഭവിച്ചത്? ആരാണ് സംരക്ഷിച്ചത്? എന്തുകൊണ്ടാണ് കൈവിട്ടത്? എന്താണ് മനോരമ കണ്ടെത്തിയത്? ലിങ്കിൽ അമർത്തും. അപ്പോൾ മുന്നിൽ വരുന്നത് പൂർണ്ണ ലേഖനമല്ല, പ്രീമിയം സബ്സ്ക്രിപ്ഷൻ. ഒരു വർഷത്തേക്ക് 679 രൂപ അടയ്ക്കണം. ഇപ്പോൾ കാര്യം മനസ്സിലായോ? CPMനെ കുറ്റപ്പെടുത്തുന്ന കഥയുടെ രഹസ്യം അറിയണമെങ്കിൽ ആദ്യം പണം അടയ്ക്കണം. അർജുൻ ആയങ്കി അവിടെ ഒരു വാർത്താ വിഷയം മാത്രമല്ല, CPM അവിടെ ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രവുമല്ല. രണ്ടുപേരും ചേർന്ന് ഒരു പ്രീമിയം ഉൽപ്പന്നമായി മാറുകയാണ്. ഫേസ്ബുക്കിൽ കൗതുകം സൃഷ്ടിക്കുക, CPMൻ്റെ പേര് വലിയ അക്ഷരത്തിൽ നൽകുക, പാർട്ടി ഗ്രാമങ്ങൾ എന്ന വാക്ക് ഉപയോഗിക്കുക, എന്തോ ഞെട്ടിക്കുന്ന രഹസ്യമുണ്ടെന്ന തോന്നലുണ്ടാക്കുക, വായനക്കാരനെ ലിങ്കിലെത്തിക്കുക, പിന്നെ പറയുക ബാക്കി അറിയണമെങ്കിൽ 679 രൂപ. ഇതാണ് പുതിയ കാല മാധ്യമ വ്യാപാരം. പഴയ കാലത്ത് CPM വിരോധം ഉപയോഗിച്ച് രാഷ്ട്രീയ അന്തരീക്ഷം സൃഷ്ടിച്ചു. ഇപ്പോൾ അതേ വിരോധം ഉപയോഗിച്ച് സബ്സ്ക്രിപ്ഷനും വിൽക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, മനോരമയ്ക്ക് CPMനെ ഇഷ്ടമല്ലായിരിക്കാം, പക്ഷേ CPMൻ്റെ പേരില്ലാതെ കച്ചവടവും പൂർണ്ണമാകുന്നില്ല. CPM തോൽക്കണം, എന്നാൽ CPMൻ്റെ പേരുള്ള വാർത്ത ജയിക്കണം. CPM അധികാരത്തിൽ വരരുത്, എന്നാൽ CPMനെതിരായ പ്രീമിയം ലേഖനം കൂടുതൽ ആളുകൾ വാങ്ങണം. പാർട്ടി വേണ്ട, പാർട്ടിയുടെ പേര് നൽകുന്ന ക്ലിക്കും പണവും വേണം. ഈ വൈരുദ്ധ്യം നമ്മൾ ഒരിക്കലും കാണാതെ പോകരുത്. ഇനി ഇവിടെ മറ്റൊരു ചോദ്യമുണ്ട്. റിപ്പോർട്ടർ TVക്കെതിരെ വാർത്തകൾ വരുമ്പോൾ മാധ്യമ ധാർമ്മികതയെക്കുറിച്ച് വലിയ പ്രസംഗങ്ങൾ നടത്തുന്നവർ സ്വന്തം രാഷ്ട്രീയ എതിരാളിയെക്കുറിച്ചുള്ള ആരോപണങ്ങളെ പണമടയ്ക്കേണ്ട ഉൽപ്പന്നമാക്കുമ്പോൾ ആ ധാർമ്മികത എവിടെയാണ്? മറ്റൊരു മാധ്യമ സ്ഥാപനത്തിൻ്റെ താൽപ്പര്യ സംഘർഷത്തെ ചോദ്യം ചെയ്യണം. എന്നാൽ സ്വന്തം കുടുംബത്തിനും ഡയറക്ടർമാർക്കും ബന്ധമുള്ള പ്ലാന്റേഷൻ ഭൂമിയുടെ പ്രശ്നത്തിൽ VSൻ്റെ ഷർട്ടിനെ പ്രധാന വാർത്തയാക്കിയ ചരിത്രവും കൂടെ ഓർക്കണം. ഇതാണ് ധാർമ്മികതയുടെ യഥാർത്ഥ പരീക്ഷണം. കോൺഗ്രസിനോട് മൃദുവായ സമീപനവും CPMനോട് കടുത്ത സമീപനവും മനോരമയ്ക്കുണ്ടെന്ന വിമർശനം ഇന്നലെയോ തുടങ്ങിയതല്ല. വിമോചന സമരകാലം മുതൽ കേരള രാഷ്ട്രീയത്തിൽ ഉയരുന്ന ആരോപണമാണത്. കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്ത് സംഭവിക്കുന്ന വീഴ്ച ഒരു ഉദ്യോഗസ്ഥൻ്റെ പിഴവായി മാറും. ഇടതു സർക്കാരിൻ്റെ കാലത്ത് സമാനമായ വീഴ്ച സംഭവിച്ചാൽ അത് മുഖ്യമന്ത്രിയുടെയും പാർട്ടിയുടെയും സംവിധാനത്തിൻ്റെയും പരാജയമായി വളരും. ഇതാണ് മനോരമയ്ക്കെതിരെ ഉയരുന്ന സ്ഥിരം പരാതി. ഈ പരാതി ശരിയാണോ എന്ന് പരിശോധിക്കാൻ ഒരു ലളിതമായ വഴിയുണ്ട്. ഒരേ തരത്തിലുള്ള രണ്ട് സംഭവങ്ങൾ എടുക്കുക. ഒന്ന് UDF ഭരണകാലത്തേത്, മറ്റൊന്ന് LDF ഭരണകാലത്തേത്. തലക്കെട്ട് നോക്കുക, വാർത്തയുടെ വലിപ്പം നോക്കുക, എത്ര ദിവസം ആവർത്തിച്ചുവെന്ന് നോക്കുക, ആരുടെ ചിത്രം കൊടുത്തുവെന്ന് നോക്കുക, വിശദീകരണം എവിടെ കൊടുത്തുവെന്ന് നോക്കുക. അപ്പോൾ പക്ഷപാതം ഉണ്ടോ ഇല്ലയോ എന്ന് വായനക്കാരന് തന്നെ മനസ്സിലാകും. മാധ്യമത്തിന് രാഷ്ട്രീയ നിലപാടുണ്ടാകുന്നതിൽ തെറ്റില്ല. പക്ഷേ വാർത്തയെയും അഭിപ്രായത്തെയും കലർത്തി രാഷ്ട്രീയ വിരോധത്തെ അന്വേഷണ റിപ്പോർട്ടിൻ്റെ വേഷം ധരിപ്പിച്ച് അതിന് പിന്നിൽ പേവാൾ സ്ഥാപിക്കുന്നിടത്താണ് ചോദ്യം ചോദിക്കേണ്ടത്. അർജുൻ ആയങ്കിയുടെ പേരിൽ കേസുണ്ടെങ്കിൽ നിയമം അന്വേഷിക്കട്ടെ. കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ കോടതി ശിക്ഷിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ പഴയ പാർട്ടി ബന്ധം പ്രസക്തമാണെങ്കിൽ മാധ്യമം അത് പറയട്ടെ. പക്ഷേ ഒരു വ്യക്തിയുടെ ഓരോ കുറ്റാരോപണവും ഒരു പാർട്ടിയുടെ മുഴുവൻ ചരിത്രത്തിനുമേൽ ഒട്ടിച്ച് ആ കഥയുടെ ബാക്കി ഭാഗം അറിയാൻ വായനക്കാരനോട് പണം ചോദിക്കുന്നത് പത്രപ്രവർത്തനം മാത്രമല്ല, അത് രാഷ്ട്രീയത്തെ വാണിജ്യവൽക്കരിക്കലാണ്, വിരോധത്തെ ഉൽപ്പന്നമാക്കലാണ്, രോഷത്തെ സബ്സ്ക്രിപ്ഷനാക്കലാണ്. അതുകൊണ്ട് അവസാനമായി മനോരമയുടെ ഒരു ചോദ്യം മാത്രം. CPM ഇത്ര മോശമാണെങ്കിൽ CPMൻ്റെ പേര് പറയാതെ നിങ്ങളുടെ പ്രീമിയം ലേഖനം വിൽക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? ഉത്തരം വളരെ ലളിതമാണ്. മനോരമയ്ക്ക് CPM രാഷ്ട്രീയ ശത്രുവായിരിക്കാം, പക്ഷേ കച്ചവടത്തിൽ ഏറ്റവും വിലയുള്ള ബ്രാൻഡുകളിൽ ഒന്നാണ് CPM. CPMനെതിരെ എഴുതണം, CPMൻ്റെ പേരിൽ ക്ലിക്ക് നേടണം, CPMനെ ഉപയോഗിച്ച് സബ്സ്ക്രിപ്ഷൻ വിൽക്കണം.
അവസാനം CPM-ൻ്റെ പേര് പറഞ്ഞ് 10 കാശുണ്ടാക്കണം. ഇതാണ് കഥ. വിരോധത്തിൻ്റെ മാത്രം കഥയല്ല, ആ വിരോധം വിറ്റ് പണമുണ്ടാക്കുന്ന കച്ചവടത്തിൻ്റെ കഥ.